കരിനീല ആമുഖം. വളരെ വിചിത്രമായ ഒരു പ്രേമാനുഭവമാണ് ഞാൻ വിവരിക്കാൻ പോകുന്നത്. ഒരു കാര്യം നേരത്തെ പറയാം. സതി സാവിത്രിമാരും മര്യാദ പുരുഷോത്തമന്മാരും ഇത് വായിക്കരുത്. വായിച്ചാൽ ഉണ്ടാകാവുന്ന സദാചാര ഭ്രംശങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയല്ല. അറിയാമല്ലോ, ചാരിത്രമെന്ന സംഗതി പരക്കെ മലിനീകരണം നേരിടുന്ന കാലമാണിത്. പാതിവൃത്യം കണി കാണാനില്ല. ഭർത്താക്കന്മാർ വീട്ടിലില്ലാത്ത നേരത്ത് ഭാര്യമാർ ഇമെയിലും സെൽഫോണും ലാൻഡ് ഫോണും വഴി എന്തൊക്കെ കൊള്ളരുതായ്മകളാണ് ചെയ്തു കൂട്ടുന്നത്. മറ്റൊരംബുജാക്ഷിയെ തൊടാത്ത ശ്രീരാമചന്ദ്രന്മാർക്കും തൊട്ടാൽ പൊള്ളുന്ന സതീരത്നങ്ങൾക്കും അടിപടലെ വംശനാശം വന്നു. അതിലൊക്കെ എനിക്കും ധാരാളമായ വ്യാകുലതയുണ്ട്. ലോകം ഇത്രമേൽ കലുഷ്യമായിട്ടും സദാചാരത്തിന്റെ നൂൽപാലത്തിലൂടെ അടിതെറ്റാതെയും ചുവടിടറാതെയും ശ്രമപ്പെട്ട് നടക്കുന്ന വിരലിൽ എണ്ണാവുന്ന കുലീന കുലനാരികളെ അഭിവാദ്യം ചെയ്യുന്ന കഥകൾ എഴുതണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹവുമുണ്ട്. പക്ഷേ എന്തു ചെയ്യാം? കഥ ജീവിതമല്ലല്ലോ. ജീവിതം നമുക്ക് എങ്ങനെ വേണേലും അവസാനിപ്പിക്കാം. പരിണാമഗുപ്തി എവിടെയെന്ന് ഒരു പട്ടിയും ചോദിക്കാനില്ല. പക്ഷേ കഥ കളി വേറെ. കടലാസിൽ കഥയുടെ വഴി പാറമേൽ സർപ്പത്തിന്റെ വഴി പോലെയാണ്. തോന്നും വഴിയിഴയും. വഴി പിഴച്ചാൽ വായനക്കാർ വാളെടുക്കും. വഴിയെ പോയ മേരിക്കുട്ടികളൊക്കെ കയറി നിരൂപണം നിർവഹിക്കും. അതെന്തിനാണപ്പാ അത്രയും തൊന്തരവ്? അതുകൊണ്ട് കഥയില്ല, പകരം നീറുന്ന ഒരു അനുഭവമായതുകൊണ്ട് സത്യസന്ധത അനിവാര്യം. സത്യസന്ധത കൂടുന്നിടത്ത് സദാചാരം കുറയും. തുടർന്ന് വായിക്കും മുമ്പ് ജാഗ്രത. ഇനിയും സമയമുണ്ട്. പേജ് ഇവിടെ അടയ്ക്കാം, അല്ലെങ്കിൽ മറിക്കാം. അവനവന്റെ ചാരിത്രവും മനസമാധാനവും താഴെ വീണു പോകാതെ മുറുകെ പിടിക്കേണ്ടത് വായനക്കാരുടെ ഉത്തരവാദിത്തമാണ്. മുന്നോട്ടുള്ള വായന കുട്ടികൾ, ഗർഭിണികൾ, ഹൃദ്രോഗികൾ, എൻ്റെ ഭർത്താവ് എന്നിവർക്ക് തീരെ അഭിലഷണീയമല്ല. ആത്മബലമുള്ളവർ മാത്രം തുടർന്ന് വായിക്കുക.